പഴയ സ്ഥലങ്ങൾ കിട്ടും. ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് 8 മണിക്കൂറായി കഴിച്ചു. നമ്മള് വണ്ടി മുഴുവൻ പൊടി പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട നിങ്ങൾ തെറ്റിദ്ധരിക്കും. എല്ലാവർക്കും KRR ട്രാവൽ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അൽഖർജിൽ നിന്നും അബഹയിലേക്കുള്ള യാത്രയുടെ 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ അൽ സുലൈ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നേരെ നമ്മുടെ യാത്ര തുടരുകയാണ്. വീണ്ടും നമ്മുടെ അല്ലേ സ്ഥലത്തിന്റെ 465 കിലോമീറ്റർ ആയി. നമ്മൾ ഏകദേശം 5.5 മണിക്കൂറായി അല്ലേ? 5.5 മണിക്കൂറായി. ഇവിടെ അടിപൊളി വലിയ സ്ഥലമാണ്, പാർക്കാണ്. പക്ഷെ വീടുകൾ ഇപ്പം കണ്ടു തുടങ്ങി. ഇവര് വീടൊന്നും കണ്ടു. അതെനിക്ക് മല കണ്ടോ? റൈറ്റ് സൈഡിൽ ഈ സൈഡിലും മല, ആ സൈഡിലും മല. 2 സൈഡിലും മല കണ്ടോ? ഈ സൈഡിലും മല, ആ സൈഡിലും മല, പാർക്ക് നടക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് കയറുമ്പോൾ ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, പിന്നെ പാർക്കുകളുണ്ട്. വലിയ ബിൽഡിംഗ് ഇല്ല. എനിക്കത് മലയുടെ പ്രശ്നം എന്തോ പ്രശ്നം. എല്ലാം ചെറിയ വീട് കണ്ടോ? ശ്രദ്ധിച്ചാ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമ്മളൊന്ന് 10 മിനിറ്റിൻ്റെ ഒരു റെസ്റ്റ് എടുത്തു. ഏകദേശം 500 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 460 കിലോമീറ്ററും 5.5 മണിക്കൂറാണ് പറയുന്നത്. ഭയങ്കര പൊടിക്കാറ്റാണ്, പറന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഭയങ്കര കാറ്റും. അവിടെ നല്ല ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്രോൾ ഒഴിച്ച് വീടുകളെല്ലാം ചെറിയ. ഓ, ഇതിനകത്ത് താമസിക്കുന്നവരെ സമ്മതിക്കണം. എന്ത് പൊടിയായിരിക്കും. എന്നും പൊടി ഉണ്ടെന്ന് കാണാൻ പറ്റത്തില്ല. നമ്മൾ വീണ്ടും 100 കയറുവാണ്. മലയും പൊടിക്കാറ്റും എല്ലാം കൂടെ ഒന്നും മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു വീടുകളും കാണുന്നില്ല. നോക്കി എന്തോ ഒരു പൊടി ഉണ്ടെന്ന് കാണാൻ പറ്റും. ഗ്ലാസ് ഒന്നും താത്തിടാൻ പറ്റത്തില്ല. ഭയങ്കര പൊടിയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ ഒരു സ്ഥലത്തിന്റെ മാറ്റം അറിയാൻ പറ്റും. ക്യാമറ ചേട്ടനെ കൊണ്ടിരുന്ന് മാടി നമ്മുടെ അടുത്ത സ്ഥലത്തിന്റെ പേര് കമീസ് മുഷേത്താണ്. അത് കഴിഞ്ഞാലാണ് ഓ, ഇത് നോക്കിക്കേ, പൊടിക്കാറ്റിനകത്തൊരു പർവ്വതം. ഫുള്ള് പൊടിക്കാത്തായിരിക്കും. ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ സൂം ചെയ്തെടുക്കുമ്പോൾ കാണാം. നമുക്ക് കമീസ് മുസയത്തിന് 425 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അവിടെ 25 കിലോമീറ്റർ അപഹരിക്കുള്ളൂ. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ വീഡിയോയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിക്കാത്തിരിക്കുന്ന ഫീൽ ചെയ്യുന്നു. ഉണ്ടോ? അടുത്തൊരു വീട്. ഇത് മറ്റേ ഈജിപ്തിലൊക്കെ പോയി മറ്റേ സിഫിക്സ് ഒക്കെ പോലെ ഇരിക്കും. ആ, ഈജിപ്തിലെ ഒരു ഇതുണ്ടല്ലോ, പിരമിഡ്, അതിന്റെ ഷേപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വേറൊരു ഈജിപ്റ്റ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക, സൗദിയിലെ ഈജിപ്റ്റ്. അതൊക്കെ ആ പാറയൊക്കെ ചുറ്റും നോക്കി. ഇതൊക്കെ എങ്ങനെയാട്ടോ ഇങ്ങനെ ആവുന്നത്? എങ്ങനെ ഇത്രയും പൊക്കമൊക്കെ ആവുന്നത്? എത്ര വർഷം എടുത്തിട്ടുണ്ടാവും? പാറകളാട്ടോ, പാറകളുടെ ഏരിയ ആണ്. അതിന്റെ അപ്പുറത്തും പാറയാ. ഫുള്ള് കണ്ടോ? ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇത് പാടികളായിട്ടാ വന്നേക്കുന്നത്. ഒന്നും അറിയില്ല. നമ്മൾ അവിടെ നിന്ന് എടുത്ത ആ റോഡ്, ഹൈവേന്റെ ആ റോഡ് ഇങ്ങ് വരെ സ്ട്രെയിറ്റ്. ശരിയൊന്നുമില്ല. അത് കറക്റ്റാ. ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിൽ രജിസ്റ്റർ നൈസായിട്ട് അവിടെ പോയി 190
240 വരെ പോകുന്ന അവര് പറയുന്നത്. നമുക്ക് അതിന്റെ മേലോട്ട് പോകാൻ ധൈര്യമില്ല. 92, 93 വരെയൊക്കെ പോയി. 200 എത്തി. വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഓടിച്ചാലുള്ള ആഗ്രഹം കൊണ്ടെന്നല്ല വണ്ടി ടെസ്റ്റ് ചെയ്ത് വണ്ടി പോയില്ല. ഫോർച്യൂണർ പോയത് 210 ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴേ പെട്ടെന്നൊരു ഫോർച്യൂണർ പോയേ. പിന്നെ ഞങ്ങൾ 5 മിനിറ്റ് നോക്കിയപ്പോ ആളെ കാണാനില്ല. ആളെ പെട്ടെന്നായിരിക്കും പോയത്. നിങ്ങളൊക്കെ ഇടിഞ്ഞു പറഞ്ഞു ഈ ഇതിന്റെ പന്നെ എന്താ ഇതിന്റെ മണ്ടൊക്കെ ഒടിഞ്ഞു പറഞ്ഞു കിടക്കും. ശരി, വണ്ടിയാക്കവും പുറവും എല്ലാം ചിത്തയുണ്ടോ. ഫുള്ള് വണ്ടി കഴുകി കുട്ടപ്പനാക്കി വെച്ചിരുന്നത്. ഇപ്പൊ മുഴുവൻ പൊടിക്കകത്തിരുന്ന് മെഴുകിയിരിക്കുക. മൊത്തം കുളമായിട്ടിരിക്കുക. നോക്കി ക്യാമറകൾ ഇരിക്കുന്നുണ്ടോ ഒരു പറഞ്ഞിട്ട്. പമ്പിനൊരു കുറവുമില്ല, ഇഷ്ടംപോലെ പമ്പുണ്ട്. അപ്പുറത്തെ റോഡിലാണെങ്കിൽ പമ്പ് കുറവാണ്. വീഡിയോ ഒക്കെ ഉണ്ട്. പുതിയ ലേറ്റസ്റ്റ് വീഡിയോ ഒന്നും ആയിട്ടില്ല. വലിയ സ്ഥലമായി. അപ്പൊ 475 ആദ്യമായിട്ട് നമ്മൾ കണ്ടു. 475 പോയിന്റ് ആവുക. എയർപോർട്ടിന്റെ ഇത് കണ്ടു. ആദ്യ ദിവസം ഈ കാണുന്ന വാദി അൽദോസറിൻ്റെ ഒരു എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ആ ഒരു ഫ്ലാസ്കിൽ നിന്ന് അവരുടെ ആ ഒരു കപ്പിലോട്ട് കോഫിയാണ്, അവരുടെ ട്രഡീഷണൽ ഒരു കോഫി ഉണ്ട്, അതിൻ്റെ പേര് ഗാവ എന്നാണ്. അതൊഴിക്കുന്ന ഒരിതാണ് അതിൻ്റെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ആ ഒരു പാർക്കാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലായിടത്തും അങ്ങനെയാണ്. അവർ ആ ഒരു സ്ഥലത്തിൻ്റെ സംഭവം കാണിച്ചുകൊണ്ടും അത് കഴിഞ്ഞൊരു പാർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റേഡിയമാണ്. ഈ ഒരു സ്ഥലത്ത് എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. നമ്മുടെ റൂട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വാദി അൽദോസർ എന്ന ആ ഒരു റൂട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. റംസാൻ്റെ ടൈം ആയതുകൊണ്ടാണ് കടകളും കാര്യങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു 12 മണി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഓപ്പൺ ആവുള്ളൂ. കഴിഞ്ഞു. ഇനി വാദി അൽ ദവസർ എന്നൊക്കെ പറയും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഏകദേശം എത്ര മണിക്കൂറായി? കറക്റ്റ് 6 മണിക്കൂറായി. നമ്മൾ ഇറങ്ങിയിട്ട് 6 മണിക്കൂറായി. നമ്മൾ 572 കിലോമീറ്ററായി. ഇനി 381 കിലോമീറ്റർ ബാക്കിയുണ്ട്. 4.5 മണിക്കൂർ. ഇതുവരെ ഡ്രൈവിംഗ് എല്ലാം സ്മൂത്ത് ആയിരുന്നു. നമ്മളൊരു സ്റ്റോപ്പ് എടുത്തു, പെട്രോൾ അടിച്ചു, ഫുഡെല്ലാം വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. കാരണം ഒന്നുമില്ല, ഒരു മനുഷ്യനില്ലല്ലേ റോഡിൽ, വണ്ടികളൊന്നും ഇല്ല. വണ്ടികൾ കാരണം എനിക്ക് നോയമ്പിന്റെ സമയമായതുകൊണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ സമയം കൂടുതലെടുത്തേ, മടുത്തേനെ, വണ്ടി ഓടിച്ച് മടുത്തേനെ. ഇതിപ്പോ ത്രില്ലിൽ നമ്മൾ സ്പീഡൊക്കെ എൻജോയ് ചെയ്ത് ആ വണ്ടിയുടെ ആ ഒരു അല്ലെ മാക്സിമം സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ മഞ്ഞ് കണ്ടു, അല്ല മഞ്ഞല്ല മഴ പൊടിക്കാറ്റ് എല്ലാം കൊണ്ടാണ് നമ്മൾ വന്നത്. നമ്മൾ തിരിച്ചു വരുമ്പം നമ്മൾ റിയാദ് റൂട്ടായിരിക്കും. 2 റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ റൂട്ടിനകത്ത് ഒത്തിരി പമ്പുകളൊക്കെ ഇഷ്ടമാണ്. ഒന്നും പഠിക്കേണ്ട ആവശ്യം, ഇഷ്ടമാതിരി പമ്പുകളുണ്ട്, നല്ല നല്ല പമ്പുകളുണ്ട്. നമ്മൾ കയറിയ പമ്പും വലിയ കുഴപ്പമൊന്നുമില്ല. റൂട്ട് 10ന്റെ ഒരു പ്രത്യേകത തന്നെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങൾ കിട്ടും. മറ്റേന്ന് റൂട്ട് 30 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇതുപോലത്തെ തുറസമായ സ്ഥലമായിരിക്കും. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അത് ഞാനത് റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. നമുക്കതായത് തിരിച്ചു പോകുമ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ. ഇത് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ചെറിയ ചെറിയ സിറ്റികൾ വരും.
തത്തലീത്തോ അങ്ങനെ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ നമ്മളുണ്ട് ഫുള്ള് മരുഭൂമിയാണ്, പമ്പുകളൊന്നും ഇല്ല. ശ്രദ്ധിക്കുക, വാദിയൽ ദിവസം നമ്മള് പെട്രോൾ അടിച്ചിട്ട് ഒക്കെ പോകണം. പിന്നെ മുന്നോട്ട് പോകുമ്പോ പെട്രോൾ പമ്പൊന്നും കണ്ടില്ല നമ്മൾ ഇതുവരെ. 1 കിലോമീറ്ററോളം കണ്ടിട്ടില്ല. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഫുള്ള് മരുഭൂമിയാണ്. ഇനിയിപ്പോ 50 കിലോമീറ്റർ റിയാദ് റോഡ് ഇങ്ങനത്തെ റോഡാന്നാണ് പറയുന്നത്. റിയാദ് റോഡ് ഇങ്ങനത്തെ റോഡാന്നാ പറയുന്നത്. വെൽക്കം ടു അസീർ ഏരിയ. ഇതാണ് അസീർ ഏരിയ. വാദി അൽ ദവസ്രയിൽ നിന്ന് ഏകദേശം 165 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു പമ്പ് കിട്ടിയത്. അത് വലിയ പമ്പല്ല, ചെറിയൊരു പമ്പാണ്. എന്നാലും കുഴപ്പമില്ല. ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്, ഒരു പമ്പുണ്ട്. 160-170 കിലോമീറ്ററോളം പമ്പുകളില്ല. അപ്പം അതെല്ലാം ശ്രദ്ധിക്കണം. പക്ഷേ ഇപ്പം 7 മണിക്കൂറായി. 7 മണിക്കൂർ നമ്മൾ ഏകദേശം 700 കിലോമീറ്റർ കവറായിട്ടുണ്ട്. ഇനി നമുക്ക് 253 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 3 മണിക്കൂർ. അങ്ങനെ നമ്മൾ തത്ലീത്ത് സ്ഥലത്ത്, തത്ലീത്ത് നമ്മൾ നേരെ പോവാം. കമീസ് മുഷേ തരീബ്. ഇനി അടുത്ത് തരീബ്. ആദ്യം അമ്മച്ചി പറഞ്ഞ് അമ്മച്ചിനെ ഫോട്ടോ എടുക്കണം. ഉറങ്ങുന്ന ഫോട്ടോ അമ്മച്ചി മയങ്ങി. ഏകദേശം 740 കിലോമീറ്റർ വരുമ്പോൾ ഒരു അടിപൊളി പമ്പുണ്ട്. പാർക്കൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാം. സീനറിയൊക്കെ ഉണ്ട്. നമ്മൾ നിർത്തുന്നില്ല. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് ചെന്നിട്ട് വണ്ടി നിൽക്കുന്നു. നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. കറക്റ്റ് നമ്മൾ റൂട്ടൊക്കെ പക്ക പറഞ്ഞാൽ പോകുന്നത്. ഒന്നും ചെയ്യണ്ട, അൽക്കറിയിൽ കയറുക, നേരെ പോവാ. ആ റോഡ് നേരെ പോവാ. റൈറ്റ് വില്ല, ലെഫ്റ്റ് വില്ല, സ്ട്രെയിറ്റ് പോവാ. ഇനി നമ്മൾ എവിടെ തിരിയ സ്ഥലമാകുമ്പോൾ നമ്മൾ പറയാം. അപ്പൊ നമ്മൾ അടുത്ത തത്ലീത്തിന്റെ കവാടം കഴിഞ്ഞ് പോവാണ്, എക്സിറ്റ് പോവാണ്. തത്ലീത്ത് അതിന്റെ കവാടമുണ്ട്. കവാടം അതിമനോഹരമായിട്ടാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ എൻട്രൻസും ഉണ്ട്, എക്സിറ്റും ഉണ്ട്. 2 സ്ഥലത്ത് എൻട്രൻസ്. ഒരു സ്ഥലത്ത് എൻട്രൻസ്, ഒരു സ്ഥലത്ത് എക്സിറ്റ്. അല്ലെങ്കിൽ ഇവിടുത്തെ എൻട്രൻസ് ആണ് എക്സിറ്റ്. പിന്നെ ഒരു പാർക്ക്. പിന്നെ നമ്മൾ വീണ്ടും മരുഭൂമി. ഇതാണ് അവസ്ഥ. പക്ഷെ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് സിറ്റി ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വരുന്നുണ്ട്, നല്ലതാണ്. അപ്പുറത്തെ റോഡിൽ കൂടെ പോയാൽ മൊത്തം ഇതാണെന്നാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. അപ്പം നമുക്ക് ഇനി അടുത്ത സ്ഥലം വരുമ്പോൾ കാണാം. തത്ലീത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തിന്റെ പേര് ജാസ് ആണ്. ഓർത്തണം, തത്ലീത്തിൽ നിന്ന് 30 കിലോമീറ്റർ ആണ് ജാസ്. നമ്മുടെ അടുത്ത സ്ഥലം ജാസ്. വീണ്ടും നമ്മൾ പാറകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഫുൾ പാറകളാണ്. നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർമ്മയുണ്ടല്ലോ, തബൂക്കിന് ഞങ്ങള് തിരിച്ച് ജോർദാനിന്ന് തിരിച്ച് അൽഖർജിലോട്ടൊരു യാത്ര ചെയ്തായിരുന്നു. അപ്പൊ ഇതുപോലെ പാറക്കെട്ടുകളുടെ ഇടയ്ക്കൂടെയാണ് ആ ഒരു ഡ്രൈവ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ അറിഞ്ഞില്ല, രാത്രിയായിരുന്നു. നമ്മൾ തിരിച്ചു വന്ന സമയം ഭയങ്കരമായിട്ടും ഭയങ്കര റോഡാണ്. ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ആ പാറകളൊക്കെ നോക്കി, ആ പാറയിൽ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റും. ശരിക്കും ആനേനെ പോലെ ഉണ്ട്. ആന കിടക്കുന്ന പോലെ ഇവിടെ സൗദി മാറി ആന കിടക്കുന്നില്ല. ആനയുടെ തുമ്പിക്കൈ പോലെ തോന്നുന്നു. മരുഭൂമിയായിരുന്നു. പാറകളെ കൊണ്ട് കല്ലൊക്കെ പിറക്കി വെച്ചേക്കുന്നു. പാർക്കാ കണ്ടോ, ഇരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയ ചുമല സാധനം, മഞ്ഞ സാധനം. പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര സ്ഥലമായിരിക്കും. അത് മാത്രമല്ല, അന്യായ ഹൈവേ. പക്ഷെ നമ്മൾ നേരത്തെ വന്ന അത്ര പോലല്ലേ. നേരത്തെ വന്ന് ഭയങ്കരമായിരുന്നു. ഞങ്ങൾ രാവിലെ നമ്മൾ കണ്ട ആ ഒരു ഹൈവേ, മഴയും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടെ കാലാവസ്ഥ മാറി, ടോട്ടലി വേറെ കാലാവസ്ഥ, വേറെ രാജ്യമായി, വേറൊരു ക്ലൈമറ്റ്, സ്ഥലമായി. അതാണ് അസീർ റീജിയൻ അനുസരിച്ച് ക്ലൈമറ്റ് മാറും. ഓരോ റീജിയനിലും ഓരോ ക്ലൈമറ്റ് ആയിരിക്കും. ഇവിടെ നമ്മളെ മരുഭൂമി കാണാനില്ലല്ലോ. ഇവിടെ മരുഭൂമി ഇല്ല കേട്ടോ. ഇവിടെ മുഴുവൻ പാറകളാണ്. പാറകൾ കൊണ്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ചേട്ടാ, ഈ കല്ല് വലിയ ഉരുണ്ട് വീടാൻ
നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലും മൊത്തം പാറയത് ഈന്തപ്പനകളും ഫുള്ള് ഈന്തപ്പന തോട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ എത്ര സ്പീഡ് ലിമിറ്റ്? ഇവിടെ ഒന്നും ഒരു വീടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ഓരോ ബിൽഡിംഗ് ഒക്കെ പകുതി പണിത് തീർത്തിട്ടേക്കാണ്, കംപ്ലീറ്റ് ചെയ്യാതെ. പിന്നെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന യാത്രയിലെല്ലാം നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ റംസാൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ അടവാ. അതാ നമ്മൾ നിങ്ങൾ ഈ കാണുമ്പോൾ ഈ വീഡിയോയിലൊന്നും ഇല്ലാതെ വിജനമായിട്ട് തോന്നുന്നു. ശരിക്കും നമ്മൾ വന്ന സ്ഥലമൊക്കെ അല്ലേ, നമ്മുടെ മാദി അൽദോസർ ഈ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ വന്ന സമയത്ത് അവിടുത്തെ കടകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. 12 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കടകളൊക്കെ തുറക്കുള്ളൂ. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നതാണ് തോന്നുന്നത്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ കറക്റ്റ് സമയത്ത് എത്താൻ കഴിയും. താമരശ്ശേരി ചുരം നമ്പർ 1. ഓ ശരിയാ, വളവൊക്കെ വളവല്ല, കയറ്റമായി. നമ്മള് 777 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ് സ്ട്രെയിറ്റ്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കയറ്റം വരും. അപ്പൊ നമ്മള് അൽഖർജിന്ന് സ്ട്രെയിറ്റ് ഉള്ള വരവായിരുന്നു. അതെ, ഇതുവരെ. അപ്പൊ നമ്മൾ ആരോടെങ്കിലും വഴി നോക്കുമ്പോ പറഞ്ഞാൽ മതി, നിങ്ങൾ അൽഖർജി നേരെ ഇങ്ങനെ പോന്നാ മതി. ഒന്നും നോക്കണ്ട, ഇപ്പഴും നേരെ തന്നെ ഒരു കയറ്റം വന്നതേ ഉള്ളൂ. സ്പീഡ് ലിമിറ്റ് 80 ആയി. എന്തായാലും രന്തീപ് ശ്രീധരനെ ഞങ്ങൾ സമ്മതിച്ചെന്നിരിക്കുന്നു. ഈ 175 കിലോമീറ്ററുകൾ മാത്രം. നമ്മൾ ആദ്യം കണ്ട വീഡിയോ, ഞങ്ങൾ ആദ്യം കണ്ട വീഡിയോ നിങ്ങൾ കണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. എത്ര? 985 കിലോമീറ്ററിൽ നിന്നും ഇപ്പൊ 175. ഓ അടിപൊളി. ഓ ഇതാണ് ഞാൻ മുമ്പ് ചേട്ടനോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം നമ്മള് ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? എവിടെയായിരുന്നു? ആ തബൂക്കിന് നമ്മള് അൽഖർജിലോട്ട് വന്ന വഴിയില്, തബൂക്ക് ടു റിയാദ്. ഭയങ്കര കേട്ടോ. നോക്കി എന്തും മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് നോക്കിക്കേ. ശരിക്കും ഇതുപോലെ ഒരു വണ്ടി എടുത്ത് നോക്കി 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 എന്നോ വളവാന്ന് നോക്കി. എങ്ങനെയുണ്ടോ അവിടെ? അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം വൈകിട്ടാണ് കേട്ടോ. പൊടിക്കാറ്റ്, ആദ്യം മഴയത്തൂടെ പോയി, മരുഭൂമിയിൽ കൂടെ പോയി, പൊടിക്കാറ്റിനകത്തൂടെ പോയി, ദേ ഇപ്പൊ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സൗദി എന്നൊന്നും പറയത്തില്ല ഇപ്പൊ സത്യം പറഞ്ഞ. ഏത് സ്ഥലമായിട്ടാ നിങ്ങൾക്ക് തോന്നുന്നേ? ഏതാ തോന്നുന്നേ? അതോ അതെ ഹിമാലയൊക്കെ പോകുന്നവര് അവരുടെ ആ റോഡ് ട്രിപ്പ് നടത്തുന്ന മണാലി ആ സ്ഥലത്തേക്ക് റോഡ് ട്രിപ്പ് ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പൊ. ശരിക്കും സൗദിയിൽ ഇങ്ങനെ കുറെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നമ്മളൊരിക്കലും കരുതിയില്ലേ? അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. അതുകൊണ്ട് എൻ്റെ പകുതി നേരത്തെ എൻ്റെ വോയിസ് നിങ്ങൾ മിസ്സായിക്കാം.
കൈ ഇരിക്കുന്ന പോലെ തോന്നില്ല. ഓക്കെ 5 വിരലുകൾ വെച്ചിട്ട് നമുക്ക് ഹൈറ്റാത്ത പ്രശ്നം വരുത്തില്ലല്ലോ അല്ലേ? ഇല്ല. നമുക്ക് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് അത് പ്രശ്നം വരത്തില്ല. ഇല്ല. ഇല്ല, അവർ ഓൾറെഡി അത്ര ഹൈറ്റിൽ കയറി യാത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷെ പണ്ട് ഞാൻ ചെറിയ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കുമളിയിലൊക്കെ ടൂർ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ചെവി വേദനയായിരുന്നു. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഹൈറ്റിലോട്ട് പോകുന്നതോറും അവർക്ക് ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. രക്തസമ്മർദ്ദം കൂടിയിട്ട് അവരുടെ ബ്ലഡ് നെർവ്സ് ഒക്കെ കംപ്ലൈന്റ് ആകുക, ശ്വാസതടസ്സം ഉണ്ടാകും, മുക്കിൽ കൂടെ ബ്ലഡ് വരിക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഹൈറ്റിലോട്ട് പോകുമ്പോൾ ചില ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെവിക്കാത്ത വേദന, അയ്യോ ചെവി വേദന എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത് കുമളിയിലൊരു ട്രിപ്പ് പോയ സമയത്ത്. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ. അപ്പം ഇവർ രണ്ടുപേരും ടെക്നിക്കൊക്കെ പറഞ്ഞു തരും, ഇങ്ങനെ ചെവിക്കകത്ത് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെവി വരെ കളഞ്ഞാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വരാറുണ്ട്. അത് ഫ്ലൈറ്റിൽ കയറുമ്പോഴും വരാറുണ്ട്. പക്ഷെ ഞാൻ റെമഡി സൊല്യൂഷൻ ഹെഡ്സെറ്റ് വെക്കുക, പാട്ട് വെക്കുക, ഇരിക്കുക, ഒരു പ്രശ്നവും ഇല്ല. നല്ല ഹൈ വോളിയത്തിൽ പാട്ട് വെക്കുക. അപ്പം പിന്നെ ഒരു സാധനം അത് കേൾക്കില്ല. വായിക്കോട്ടിരിക്കുകയാണ് ഗൈസ്. സമയം 1:24. ഏകദേശം എത്ര മണിക്കൂർ? 8 മണിക്കൂർ നമ്മളായി. നമ്മൾ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് 8 മണിക്കൂറായി കഴിച്ചു. വല്ല അറിയുന്നുണ്ടോ? അത് തന്നെ. അപ്പൊ എക്സ്പേർട്ട് ആണ് നമ്മുടെ കിട്ടിയൻ രതീഷ് ശ്രീധർ. അപ്പൊ 800 കിലോമീറ്റർ നമ്മൾ കടന്നിരിക്കുകയാണ് ഗൈസ്. ഇനി ഒരു 155 കിലോമീറ്റർ മാത്രം. അതെ അതെ, എന്നാലും കൊള്ളാം, അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരോട് പറഞ്ഞാൽ മതി. ആൾക്കാർക്ക് നേരെ നിങ്ങൾ മൊബൈലോട്ടോ ഒറ്റ ഫീഡ് കിട്ടും. വേറെ ഒന്നുമില്ല. ഒരു ഗൂഗിൾ മാപ്പും വേണം. ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് അബഹയിൽ വരാം ഗൈസ്. നിങ്ങൾ റിയാദിലോ അൽഖറജിലോ എവിടെയും ഉള്ളവരാണല്ലോ, ഒരു പ്രശ്നവും ഇല്ല. ആ റൂട്ടിൽ ഇരിക്കുന്നവരാണോ? അത് നല്ല രസമുണ്ടല്ലോ, കല്ല് കൊത്തി വെച്ചേക്കുന്ന കാണാൻ. കല്ലിലായിരുന്നു പാർക്കാണെങ്കിൽ നല്ല രസമുണ്ട്. കല്ല് കൊത്തി കുറെ പടം വരച്ച് കളറൊക്കെ അടിച്ചു വെച്ചിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സൗദിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാർക്കും അല്ലേ, പാർക്കാണ്. പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവരെപ്പോഴും വെളിയിൽ ഇറങ്ങുക, എൻജോയ് ചെയ്യുക. രാത്രിയിലൊക്കെ ഇവര് പാർക്കിൽ പോയിരിക്കും. ഇവിടെ പിന്നെ രാത്രിയിലാണ് എല്ലാരും ട്രാവലിങ്ങും കാര്യങ്ങളും. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ രാത്രിയിലാണ് കറക്കം. വണ്ടി എടുത്ത് വണ്ടി ഇട്ടിട്ട് ഇതൊക്കെ വിരിച്ച് അതൊക്കെ വീട്ടിൽ പോകും. നമ്മള് വണ്ടി മുഴുവൻ പൊടി പിടിച്ചിരിക്കുക കേട്ടോ ഗൈസ്. അത് കണ്ട നിങ്ങൾ നിങ്ങൾ കഴുകത്തില്ല, കുളിക്കുന്നില്ല. നമ്മളിവിടെ വണ്ടി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവന്നതാ. എന്ത് ചെയ്യാനാ, മഴ പെയ്ത് മൊത്തം ഇതിനെ ചെളി കൊണ്ട് മൂടി വെച്ചേക്കും.
നോയമ്പിൻ്റെ ക്ഷീണവും അതുപോലെ തന്നെ നമ്മൾ ആ യാത്രയുടെ ആ ഒരു അത്രയും ദൂരെ യാത്ര ചെയ്തതിൻ്റെ ഒരു ടയർഡ്നെസ്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പകുതി ഉറക്കത്തിലും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ വീഡിയോ പിടിച്ചേക്കുന്നത്. അതാണ് ആ വോയിസിനൊരു ഉറക്കക്ഷീണം അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ഷമിക്കുക, അതെന്തെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 862 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മളൊരു ലെഫ്റ്റ് എടുക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ഇത്രയും നമ്മൾ അൽഖർജിൽ നിന്നും ഈ 860 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് എടുത്തത്. ധാരാളം പെട്രോൾ പമ്പുകൾ നമുക്ക് കിട്ടിയിരുന്നു ഈ യാത്രയിൽ. ധാരാളം കാഴ്ചകളും ചെറിയ ചെറിയ സിറ്റികളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര. വരുന്ന വഴിക്ക് മരുഭൂമിയുടെ ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് വരാവുന്നതാണ്. റൂട്ട് 10 ആ ഒരു റൂട്ട് നമുക്ക് കിട്ടിയിരുന്നത്. മറ്റേ റൂട്ടെന്ന് പറയുന്ന റൂട്ട് 30 ആണെങ്കിൽ അതിൽ കൂടുതലും റിയാദിലെ കാഴ്ചകൾ, റിയാദ് റൂട്ട് എന്നാണ് അതിന് പറയുന്നത്. അതിൽ കുറച്ച് മരുഭൂമിയും അത് നമ്മുടെ ഇവിടുന്ന് അബഹയിൽ അൽഖർജിലോട്ട് പോകുന്ന റൂട്ട് എടുത്തേക്കുന്നത് ആ റൂട്ട് 30 എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും ആ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത് നമ്മൾ അബഹയിൽ വരെ എത്തിയിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ റൂട്ട് എടുത്തത് കൊണ്ട് തന്നെ ധാരാളം പെട്രോൾ പമ്പുകൾ ഉണ്ടായിരുന്നു. കുറേ സിറ്റികളുടെ കാഴ്ചകൾ കാണാൻ പറ്റി. കുറേ പാറക്കൂട്ടങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ടാണ് വന്നത്. പക്ഷേ മറ്റേ റൂട്ടാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരുഭൂമി കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് 2 റൂട്ടും ഞങ്ങൾ നോക്കി. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ റൂട്ട് സെലക്ട് ചെയ്യാം അബഹയിലേക്ക് പോകുന്നവർക്ക്. അപ്പം നമ്മൾ കഴിവതും സൗദിയിലുള്ള ആൾക്കാർക്ക് ഇതുവഴി എങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പെട്രോൾ പമ്പ് വരുന്നത്, എങ്ങനെയാണ് അവിടുത്തെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ വീഡിയോ ഇവിടെ ചെയ്തത്. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ വീഡിയോ ചെയ്തത്. അബഹയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ രാത്രി യാത്ര ചെയ്യുന്നതിനേക്കാളും പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം നല്ല റോഡും നല്ല ഹൈവേ ആയിരുന്നു. നമ്മളെടുത്ത റൂട്ടിൻ്റെ പേര് റൂട്ട് 10 എന്നാണ്. ആ റൂട്ട് 10 വരുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അൽഖർജിൽ നിന്നാണല്ലോ പോയത്. അപ്പോൾ അൽഖർജ്, ദില്ലം, ഹോത്താം, ലൈല, അൽ അഫ്ലാജ്, അൽ സുലൈൽ, വാദി അൽ ദോസർ, തത്ലീദ്, കമീജ്, മുഷേത്ത്, അബഹ, ഇത്രയും സ്ഥലങ്ങളായിരുന്നു നമ്മുടെ ഈ റൂട്ട് 10 ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മൊത്തം 983 കിലോമീറ്ററുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 12 മണിക്കൂർ ഗൂഗിൾ മാപ്പ് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ എത്തിയത് 10 മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തിയത്. അതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് എടുത്തു. അതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചത് ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാണ്. അപ്പം ഈ വീഡിയോയുടെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അബഹയിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന അബഹയാണ്. അങ്ങനെ ഇത്രയും നീണ്ട യാത്രകൾക്ക് ശേഷം നമ്മൾ അബഹയിലെത്തി. നമ്മൾ അബഹയിൽ നിന്നും നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ സ്ഥലങ്ങളെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അബഹയുടെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ 3:20 അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ അൽഖർജ് ടു അബഹ റോഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.